146, 150, 160. ഇവിടെ കൈ ഒന്ന് വെച്ച് നോക്കിയാൽ അടയൊന്നും നോക്കിയാൽ. ടാറ്റയ്ക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 3 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. വെയിറ്റ് അല്ല ഇത് കുറച്ചുകൂടെ നോക്കി. ഒരു നോർമൽ ഡ്രൈവ് മോഡിൽ ഓടിച്ചപ്പോൾ കിട്ടിയ മൈലേജ് ആണ് ഏതാണ്ട് 16 കിലോമീറ്ററിനടുത്ത്. ഇവിടെ ഒരു പുലിക്കുട്ടനൊക്കെ ഉണ്ടല്ലോ. പുലിക്കുട്ടനല്ല, കടുവ ട്രോൾ ചെയ്യരുത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇപ്പോൾ നമ്മുടെ ഗോവൻ മണ്ണിൽ നിന്ന് ഒരു വെരി വാം ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എൻ്റെ ഒരു സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി കാണും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ ടാറ്റയുടെ കേവ് ഉണ്ടല്ലോ ഏറ്റവും പുതിയത്, അതിൻ്റെ അതായത് ഐസിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. അതായത് 2 പെട്രോളും ഒരു ഡീസൽ ഓപ്ഷനും ഉണ്ട്. നമ്മൾ ഇന്ന് ആദ്യമേ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ 1.2 TGDI എന്ന് പറയുന്നത് ഏറ്റവും പുതിയൊരു പെട്രോൾ വേരിയൻ്റ് ആണ്. അപ്പോൾ അതിന് 2 ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ ഡീസലോട് റിവ്യൂ ചെയ്യുന്നുണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് TGDIയുടെ മാനുവലാണ്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ റിവ്യൂ അടുത്ത് ഞാനിടാം. അപ്പോൾ അത് കാണണം എന്നുള്ളവർ അത് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഗോവ ബീച്ചിൻ്റെ സൈഡ് എന്നുള്ളത് മാത്രമല്ല, ഇവിടെ അപ്പുറത്താണ് താജ് വരുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഗോവൻ ഗവർണർ ഉണ്ടല്ലോ, ശ്രീധരൻപിള്ള സാറിൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ ഒഫീഷ്യൽ റെസിഡൻസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് വിത്ത് ടാറ്റ കർവ്. സോ എക്സൈറ്റഡ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും, അതായത് ടാറ്റ ഒത്തിരി അധികം ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റിലേക്ക് പോകുന്നുണ്ടെന്നുള്ളൊരു എക്സാമ്പിളാണ് ആദ്യം തന്നെ കാണുന്ന ഈ ഒരു കീ എന്ന് പറയുന്നത്. എന്ത് പ്രീമിയം എന്നറിയാം. ഈ സാധനത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. ഒരു മെറ്റൽ കേസിങ്ങിലാണ് ഈ കീ കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ കയ്യിലോട്ട് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഈ കീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ബാക്കിൽ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. മറ്റേ കർവ് EV ആയിരുന്നപ്പോൾ എന്തായിരുന്നു, ടാറ്റ.EV എന്നായിരുന്നു. ഇവിടെ ടാറ്റയുടെ ലോഗോ ആണ്, ടാറ്റ.EV എന്നായിരുന്നു എഴുതിയിരുന്നത്. ഇതിൽ ടാറ്റയുടെ ലോഗോ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ മറ്റേ ത്രൂ ഔട്ട് കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ള DRLs കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കർവ് EV വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്രില്ലിന് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഫേക്ക് ആണെങ്കിലും ഇവിടെ ഈ കാണുന്നതൊക്കെ ഒറിജിനലാണ്. കാരണം എന്താണ്, നമുക്ക് ഇതിൻ്റെ അകത്ത് എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എയർ കയറുന്നുണ്ട്, സർക്കുലേഷൻ വേണ്ടിയിട്ട്. അവിടെ അതിൻ്റെ അകത്ത് വെൻസ് ജെന്യൂനാണ്. നമ്മൾ താഴോട്ട് വരുമ്പം വേണ്ട LED പ്രൊജക്ടറിൽ തന്നെയാണ്, LED ആണ് അത് ഞാൻ പോണായി കാണിച്ചു. LED പ്രൊജക്ടറിൽ ആണ് ലൈറ്റ്സ് വന്നേക്കുന്നത്. താഴെ കോർണറിങ് ലാംപ്സ് അല്ലെങ്കിൽ ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ജെന്യൂനായിട്ടുള്ള കുറച്ച് തണ്ടേ വെൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ വരുമ്പോഴും ഇവിടെയും കുറച്ച് ജെന്യൂനായിട്ടുള്ള വെൻറ്റുകളുണ്ട്. പിന്നെ നമ്മുടെ അഡാസിന് വേണ്ടിയിട്ടുള്ള ക്യാമറ, ലെഡാറും എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വരുമ്പോഴാണെങ്കിലും ടാറ്റ കർവിനെ ഈ ഒരു മാർക്കറ്റിൽ വേർതിരിച്ച് നിർത്തുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കൂപ്പ് ഡിസൈനാണ്. ഇതിന് കൂപ്പ് എന്നാണോ പറയേണ്ടത്, എന്ത് ഡിസൈൻ എന്നാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. നമുക്ക് ടയേഴ്സ് വരുമ്പം ഇവിടെ 18 ഇഞ്ചിൻ്റെ അലോയ്സാണ് കൊടുത്തിരിക്കുന്നത്. അയ്യോ മഴ വരുന്നുണ്ടോ, മഴയ്ക്കുമ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യാം. 18 ഇഞ്ചിൻ്റെ അലോയ്സാണ് കൊടുത്തിരിക്കുന്നത്. 215, അതായത് നല്ല ആവശ്യത്തിൽ കൂടുതൽ വിട്ടും കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെ ടയറാണ്, ഗുഡിയറിൻ്റെ ടയറാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൈഡ് പ്രൊഫൈൽസിൽ ഇവിടെ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി പ്ലെയിനാണ്. ഇതിനകത്ത് ഡോർ എവിടെയാണെന്ന് സംശയമുള്ളവർക്ക് ഇത് ഫ്ലഷ് ഡോസാണ്. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ തുറക്കുക. ദിസ് ഈസ് ഹൗ യു ഓപ്പൺ ദ ഡോർ ഉണ്ട്. ടാറ്റ കർവ് ഒരു പ്രീമിയം ഫീൽ അവിടെ കൃത്യമായിട്ട് തരുന്നുണ്ട്. അതിൻ്റെ താഴെ കർവ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലെയിൻ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു 360ക്ക് വേണ്ടി ഇവിടെ ഒരു ക്യാമറ അവർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു ഡ്യുവൽ ഫിനിഷാണ്. ഇതിൻ്റെ കളറിൻ്റെ പേര് ഞാനിവിടെ ആഡ് ചെയ്യാം. ഇതിന് ഐസിനുള്ളൊരു സ്പെഷ്യൽ കളറാണ്, അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റർ എഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ കളറാണത്. മുകളിൽ റൂഫ് ബ്ലാക്ക് കൂടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് കളറാണെങ്കിൽ നേരിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ആ ഫ്രണ്ടിലത്തെ ഡിസൈനിങ്ങിന് ഇത് ഡിസൈൻ ചെയ്ത ആൾക്കൊരു പ്രത്യേക അവാർഡ് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. ബാക്കിലും ത്രൂ ഔട്ട് ഒരു ലൈൻ പോലെ തന്നെ ബാക്കിലത്തെ ആ ഒരു ലൈറ്റ്സ്, ടെയിൽ ഗേറ്റ്സ് പോകുന്നുണ്ട്. അതും ഓൾസോ ഒരു പ്രൊജക്റ്റഡ് ഇതൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൃത്യമായിട്ടൊരു ഡിസൈൻ എലമെൻറ്റ് ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. ബാക്കിൽ വരുമ്പോഴാണെങ്കിൽ ഒരു ഡ്യുവൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ താണ്ട് ടാറ്റയുടെ ലോഗോയുടെ അടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. കർവ് എന്നുള്ളൊരു ലെറ്ററിങ് മാത്രമേ ഉള്ളൂ, വേറെ മോഡലോ ഭംഗിയോ ഒന്നും പറയുന്നില്ല. നല്ല പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലാംപ്സ് മാത്രമല്ല, റിവേഴ്സ് ലാംപ്സ് വരുന്നത് താഴെയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഇതൊരു 3 കളർ കോമ്പോ നമുക്ക് പറയാൻ പറ്റും. ബോഡി കളർ കൊടുത്തിട്ടുണ്ട്, രണ്ട് പിയാനോ ബ്ലാക്ക് ഉണ്ട്, അതിൻ്റെ അടുത്ത എൻഡിൽ അലുമിനിയം ഫിനിഷും കൂടെ വരുന്നുണ്ട്. ഇനി സൈഡ് പ്രൊഫൈൽസിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ഇവിടെയാണ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ ഒരു ഡിഫറൻസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല രസമുള്ളൊരു ഷാർക്ക് ഫിറ്റ് ആൻറ്റിനെയാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു സ്പോയിലർ എലമെൻറ്റ് പോലെയാണ് ആ ടെയിൽ ഗേറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഔട്ട്സൈഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ടാറ്റയ്ക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 3 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. 2 1.2 പെട്രോളും
ഒരു ഡീസൽ എഞ്ചിൻ. ഇത്ര ആദ്യം മനസ്സിലാക്കുക. 2 1.2 പെട്രോളും ഉണ്ട്, ഒരു ഡീസൽ എഞ്ചിനും ഉണ്ട്. ആദ്യത്തെ 1.2 പെട്രോൾ എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ നെക്സോണിൻ്റെ നോർമൽ എഞ്ചിൻ ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ ഇതിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തിട്ട് ഇറക്കിയതാണ്. അതിന് വരുന്നത് 118 PS പവർ BHP പവറും അതുപോലെ തന്നെ 170 Nm ടോക്കുമാണ് അതിന് വരുന്നത്. രണ്ടാമത്തെയാണ് അത് നമ്മുടെ നോർമൽ പഴയ നെക്സോണിൻ്റെ എഞ്ചിൻ ഡീട്യൂൺ ചെയ്ത് വന്നേക്കുന്നത്. ഡീട്യൂൺ അല്ല, കുറച്ചുകൂടെ അപ് ട്യൂൺ ചെയ്ത് വന്നേക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെയാണ് ഇവരുടെ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന TGDI. ഇതും 1.2 പെട്രോളാണ്. ഇത് കുറച്ചുകൂടെ പവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് കുറച്ചുകൂടെ പെർഫോമൻസ് വേണ്ട ആൾക്കാർക്കാണ് ഇത് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. അതിന് വരുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 123 BHP 225 Nm ടോക്കുമാണ്. എൻ്റെ പട്ടിക്കുട്ടന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. 225 Nm ടോക്കുമാണ് അതിൻ്റെ അകത്ത്. പിന്നെ ടോർക്ക് ക്രഷ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ടോർക്ക് ക്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ തേർഡ് ഗിയറിൽ 225 Nm എന്നുള്ളത് നമുക്ക് 250 Nm ആയിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. മൂന്നാമത് വരുന്നത് ഇവനൊരു ഡീസൽ ഓപ്ഷനാണ്. അതായത് നമ്മുടെ 1.5 കൈറോജറ്റ് ഉണ്ടല്ലോ, ആ നോർമൽ എഞ്ചിൻ തന്നെ. അതിൻ്റെ അകത്ത് 116 BHP പവറും അതുപോലെ തന്നെ 270 Nm ടോക്കാണെന്ന് തോന്നുന്നു. അതെ, 270 Nm ടോക്കുമാണ് അവന് വരുന്നത്. ഈ 3 എഞ്ചിൻ ഓപ്ഷനും 2 ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ്. 6 സ്പീഡ് മാനുവൽ, അതാണ് നമ്മളിന്ന് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. ആ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഒരു കാറിൽ, അതായത് ഒരു ഡീസൽ കാറിൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ കൊണ്ടുവരുന്ന ടാറ്റയാണ്. അതിൻ്റെ റിവ്യൂ നമ്മൾ ഇതിൻ്റെ കൂടുതൽ തന്നെ അടുത്ത റിവ്യൂ ആയിട്ട് ഇടും. ഡീസൽ എടുക്കാൻ നോക്കുന്നവർ അത് കണ്ടു നോക്കുക, പെട്രോൾ എടുക്കാൻ നോക്കുന്നവർ ഇതിൻ്റെ ബാക്കി കാണാം. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഫീൽ, ഡ്രൈവ് ഫീൽ എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ടല്ലോ, അത് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി ഇവൻ്റെ നെക്സ്റ്റ് നോട്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഇവൻ്റെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ടാണ്. 605 ലിറ്ററാണ് ഇവൻ്റെ തന്നെ വരുന്ന ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സീറ്റ്സും കാര്യങ്ങളൊക്കെ മടക്കി ഇടുകയാണെങ്കിൽ ഏതാണ്ട് 1000 മുകളിൽ ബൂട്ട് സ്പേസ്, 1000 ലിറ്ററിന് മുകളിൽ ബൂട്ട് സ്പേസും വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് തുറക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ച് തുറക്കേണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സെറ്റിങ്സ് ഓഫ് ആക്കിയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ കീയിൽ തന്നെ ദാണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പം 605 ലിജോ കാണിച്ചെടുത്ത് 605 ലിറ്റർ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബൂട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഇതിൻ്റെ അറ്റൻഷൻ. ആ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വണ്ടി. അതാണ് ലൈക്ക് റോഡ് പ്രസൻസ് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ രാജ്ഭവനിൽ വന്നപ്പോൾ ഇവിടെ IPS ഓഫീസേഴ്സും ഒക്കെ ഇതിരുന്ന് എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, കമാൻഡേഴ്സൊക്കെ. ഇതിൻ്റെ ഷോർട്ട്സ് കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ആയതുകൊണ്ട് അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ കൈ ഒന്ന് വെച്ച് നോക്കി അടയൊന്നും നോക്കിയാൽ ഇല്ല, തിരിച്ചു പോയിട്ടുണ്ട്. അതും കൊള്ളാം. ഇനി കൈ വെക്കുന്നില്ല. ഇവിടെ വന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോസാണ്. ഡോസിൽ ഇലിമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഒരു പ്രോപ്പർ ഇലിമിനേഷൻ ഉണ്ട്. ഫ്ലഷ് ഡോസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പിടിച്ച് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇത് അത്യാവശ്യം വെയിറ്റ് അല്ല, ഇത് കുറച്ചുകൂടെ നോക്കി ലൈക്ക് ആ ഒരു സ്മൂത്ത്നെസ് കണ്ടോ, ഒരു പക്ക ഒരു സൗണ്ടോ ലൈക്ക് ഒരു വൃത്തികെട്ട സൗണ്ടോ ഒന്നുമില്ല. നമുക്കൊരു സുഖം തരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഇത് വന്നേക്കുന്നത്. ആൻഡ് ഓൾസോ ഇവൻ്റെ നമ്മളിതിലേക്ക് കയറുന്നതിന് മുമ്പ് ഗ്രൗണ്ട് ക്ലിയറൻസും കൂടെ പറയണം. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 4 ഡിസ്ക് ബ്രേക്സ് ആണ് കേട്ടോ വരുന്നത്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഈ ഒരു കളറിന് ഒരു റെഡിഷ് ഇൻറ്റീരിയറാണ് അവർ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഗോൾഡൻ ഫിനിഷിൻ്റെ ഒരു റെഡ് തീമിലാണ് കളർ കൊടുത്തേക്കുന്നത്. വേറെ ഇൻറ്റീരിയർ ഉണ്ട്, അതും കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ്. ഇതൊരു പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യായിരുന്നു, പക്ഷേ കാണാൻ ഭംഗിയുണ്ട്. ഇതൊരു സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് വരുന്നുണ്ട്. ഇതൊക്കെ പഴയ ഒരു ഡിസൈൻ. ഇതൊന്നും എനിക്കിഷ്ടമില്ല. ട്വിറ്റർ എത്തക്കുന്ന JBLയുടെ സിസ്റ്റമാണ് വരുന്നത്. നമ്മൾ കയറുമ്പോൾ ദാണ്ടൊരു ഹൈറ്റിലേക്ക് കയറുന്ന പോലെ, അതുപോലെ തന്നെ ഹൈറ്റ് ഉണ്ടെങ്കിൽ ദാണ്ട് ഇവിടെ വന്ന് തലയിടിക്കാനും സാധ്യതയുണ്ട്. അതായത് SUV കയറുന്ന പോലെ കയറിയാൽ നേരെ വന്ന് ഇവിടെ ഇടിക്കും. പക്ഷേ നമ്മളൊരു പ്രീമിയം കാർ കയറുന്ന പോലെ ഇങ്ങനെ കയറിയിട്ട് ഒരൊറ്റ ഇരിപ്പം കൊടുക്കുക, ഇങ്ങനെ വെക്കണം. ഇതിലേക്ക് കയറാം. ബാക്കിലേക്ക് വരുമ്പം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, ആം റെസ്റ്റ് വരുന്നുണ്ട്. അവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ബാക്കിൽ AC വെൻസ് ഉണ്ട്. ദാണ്ടെ വളരെ വലുപ്പമുള്ള ഒരു സൺറൂഫും അവന് വരുന്നുണ്ട്. ബാക്ക് സീറ്റ് നമ്മൾ ഇരിക്കുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല തൈ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ബാക്കി വണ്ടികൾ പോലെയല്ല, തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ലെഗ് റൂം ഒത്തിരി ഒന്നുമില്ല, എന്നാൽ ഇറ്റ്സ് ഓക്കെ. കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ ആ ഒരു രീതിയിലാണല്ലോ. ലെഗ് റൂം ഒത്തിരി ഒന്നുമില്ല. ഹൈറ്റ് തലയിടിക്കുമോ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റാണ്. ഞാൻ ഏതാണ്ട് 5 അടി 7 ഇഞ്ചോ 5 അടി 8 ഇഞ്ചോ കണ്ടുണ്ട്. പക്ഷേ എനിക്ക് കറക്റ്റാണ്. എന്നാലും എന്നെക്കാളും കഴിഞ്ഞിട്ടൊരു ഇത്രയും കൂടെ സ്പേസ് ഉണ്ട്. അത് അതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടാണ്. അതായത് ഇറങ്ങുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ തല ഇടിക്കുമെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു സംശയം ഉണ്ട്. ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു കുഴിയിൽ നിന്ന് മുകളിലോട്ട് ഇറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ്. അത് എനിക്ക് നോട്ടീസ് ചെയ്തു. ഡോറ് ഞാൻ പറഞ്ഞ പോലെ നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ഹൗസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഇൻറ്റീരിയേഴ്സ് വരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്വിച്ച് കാണും. ഈ സ്വിച്ച് എന്താണെന്ന് പറഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് ഫ്രണ്ട് 2 വെന്റിലേറ്റഡ് സീറ്റ്സാണ്. മസ്റ്റ് ഹാവ് ഫീച്ചർ അത് ഇതിനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹൈറ്റിലേക്ക് കയറണം. ഇത് SUV കയറുന്ന പോലെ കയറി കഴിഞ്ഞാൽ തല ഇടിക്കുന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു സംശയമില്ല. ടാറ്റയാ തല പറഞ്ഞു പോകും നമ്മുടെ ചിലപ്പോൾ. ഇത് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ
ഒരു വലിയ സ്പേഷ്യസ് ക്യാബിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷേ എന്നാൽ വേണ്ട വിധത്തിലുള്ള സ്പേസ് ഉണ്ട്. ഇതും മറ്റേ ആ ഒരു പ്ലാസ്റ്റിക് തന്നെയാണ്, വേറൊരു ഫീല് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ് പോയിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഒരു എന്താ പറയണ്ടത്, ഒരു പ്രോപ്പർ ഒരു ഡിസൈൻ, അതിൽ വലിയൊരു സ്ക്രീൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 2 സ്ക്രീൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. റീൽസ് കണ്ടു നോക്കാം കേട്ടോ. ഐ എം നോട്ട് എ ഫാൻ ഓഫ് ദിസ് ടച്ച് സ്ക്രീൻ, പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ആവുന്നുണ്ട്. എന്നാലും അതിൻ്റെ അകത്ത് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഇതുപോലെ എന്താണ് മറ്റേ അനലോഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗിയർ ബോക്സ് ഇവിടെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു എലമെൻറ്റ് കൊടുക്കായിരുന്നു, ബാക്കിയൊക്കെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞുതരാം. ഗ്ലൗ ബോക്സ് നിങ്ങൾ തപ്പും, ഇവിടാണ് അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ആഹാ, ഇവിടെ ഒരു പുലിക്കുട്ടനൊക്കെ ഉണ്ടല്ലോ. പുലിക്കുട്ടനല്ല, കടുവ, ട്രോൾ ചെയ്യരുത്. ഒരു കടുവയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗ്ലാസ്സൊക്കെ വെച്ചിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് അവൈറ്റഡ് പാർട്ട്, ഡ്രൈവിംഗ് സീറ്റ്. ലെറ്റ്സ് ഗോ. സ്മാർട്ട് കീ ആൻഡ് കീ പോക്കറ്റിലിട്ട് അതിന് മുമ്പ് ആ എഞ്ചിൻ ബേയും കൂടെ കാണണോ, കാണിച്ചു തരാം. എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സിംഗിൾ പ്രസ് കൊടുത്തു. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ലിജോനെ വിളിച്ചൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനത് അവന് തുറന്നു കൊടുത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റേ ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് നല്ല ചൂടാട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കൈ വെച്ച് കഴിഞ്ഞാൽ പൊള്ളും എന്നുള്ള രീതിയിൽ ചൂടുണ്ട്. ഇതാണ് അവരുടെ പുതിയൊരു എഞ്ചിൻ, ചെറിയൊരു എഞ്ചിനാണ്. ചെറിയ പവറിൽ നിന്ന് മാക്സിമം പവർ, ചെറിയ എഞ്ചിനിൽ നിന്ന് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. വിട്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പക്ഷേ ഹാരിയറിൻ്റെ അത്രയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ലിജോടെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഇത് ഫ്യൂസ് ബോക്സ് ആണ്, ഇതെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു എഞ്ചിൻ ബേ വരുന്നത്. ഞാൻ പറഞ്ഞാൽ 3 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് പിന്നെ കണ്ടിട്ടില്ലെങ്കിൽ ബാക്ക് പോയാൽ മതി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ നേരെ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഇതൊക്കെ പഴയ ഒരു ഡിസൈനാണ്, ഇതിൻ്റെ അകത്തൊന്നും ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ഈ ഒരു ഇൻറ്റീരിയർ ഇങ്ങനെയുണ്ട്. മറ്റേ ആസ്തറ്റിക്സിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിയറിംഗ് തിരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീല് തലം കുത്തിയാണ് ഇരിക്കുന്നത്. എന്നാലും കീ പോക്കറ്റിലിട്ടിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് എലിമിനേഷൻ ലൈറ്റൊക്കെ ആയിട്ട് അല്ലെ ടാറ്റ മോട്ടോഴ്സിനൊക്കെ എഴുതി കാണിച്ച് നല്ല സ്റ്റൈലിൽ അവന് ഓപ്പണപ്പ് ആവും. കണ്ടോ, സ്റ്റിയറിങ്ങിൻ്റെ ആംഗിൾ വരെ ഇവൻ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു ഇനീഷ്യൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഫീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടിക്കകത്ത് കയറി ഇപ്പോൾ പുറത്തുനിന്നാണെങ്കിലും അടയ്ക്കുമ്പോൾ ഒരു സോഫ്റ്റ് ഡോറിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. അത് ആ കുപ്പി ഇരുന്നിട്ടാണ്. ജസ്റ്റ് മാനുവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടാക്കുന്നതിന് വേണ്ടി ക്ലച്ച് അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ക്ലച്ച് അപ്ലൈ ചെയ്തിട്ട് ന്യൂട്രലൊന്നും വേണ്ട, ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തോളൂ. എ സിയുടെ ഫാൻ സ്പീഡ് നമ്മൾ കുറച്ചിട്ടു. ഇതാണ് ഏറ്റവും ലോ ഫാൻ സ്പീഡ് എന്ന് പറയുന്നത്. ഇതാണ് വണ്ടിയുടെ ഇനിഷ്യൽ ഒരു ഫീൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആംബിയൻ ലൈറ്റിങ്സ് ഉണ്ട് കേട്ടോ. അത് 3 നമ്മൾ ഓരോ മോഡ് അനുസരിച്ചിട്ടും അവൻ ചേഞ്ച് ആയിക്കോളും. എക്കണോമി മോഡാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ബൈ ഡിഫോൾട്ട് അവൻ്റെ ആ പണ്ട് വിളിച്ചു പോകുന്ന ഒരു എക്കോ മോഡ് ആക്ടിവേറ്റഡ്, സ്പോർട്സ് മോഡ് ആക്ടിവേറ്റഡ് എന്ന് പറയുന്ന ഒരു സാധനം പോയിട്ടുണ്ട്. അത് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. അതനുസരിച്ച് ഞാൻ പറഞ്ഞു വന്നത് ലൈക്ക് ആ ഒരു കളറ് അതിൻ്റെ അകത്ത് ചേഞ്ച് ആവും. നമ്മൾ സ്പോർട്സിൽ തന്നെ ഇട്ടു. നമുക്ക് ഇവൻ്റെ മൈലേജ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇനിഷ്യലി വി വിൽ സ്റ്റാർട്ട് ദ സീറ്റ് ബെൽറ്റ് ഇടാതെ ആയിരിക്കുമല്ലോ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, ഇതിപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആൻഡ് ഓഫ് കോഴ്സ് ഇത് കേരളത്തിലല്ല കേട്ടോ റിവ്യൂ ചെയ്യുന്നത്. ആരും കേരളത്തിലാണെന്ന് വിചാരിച്ചേക്കരുത്. സ്റ്റീരിങ് ഇതാണ്ട് 2 സ്പോക്കാണ്, നല്ല ലൂസാണ്. ലൈക്ക് ഒരു ഹാരിയറിനേക്കാളും കുറച്ചും കൂടെ ലൂസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട്. ലെതർ ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ ലൈക്ക് ആ ഒരു ടാറ്റയുടെ ഒരു ഇലുമിനേഷൻ ലോഗോസ് വരുന്നുണ്ടായിരുന്നു എന്നല്ല, വരുന്നുണ്ട്. ലൈക്ക് ഇതൊരു ഡ്യുവൽ ഫിനിഷ് ആട്ടോ. ഇവിടെ ലെതറാ, ഇതുണ്ടോ, അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ഈ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഇവൻ്റെ ആക്സലറേഷനും ബ്രേക്ക് ടെസ്റ്റും ഒക്കെ കാണിക്കുന്നതിന് മുമ്പ് വി വിൽ സ്റ്റാർട്ട് ദ റിവ്യൂ വിത്ത് ഇറ്റ്സ് മൈലേജ് ടെസ്റ്റ്. നമ്മൾ ഈ TGDI പുതിയ എഞ്ചിൻ ടാറ്റ പോലും പുറത്ത് വിട്ടിട്ടില്ല, എന്നാൽ പോലും നമുക്ക് അതിൻ്റെ മൈലേജ് ടെസ്റ്റിലോട് കൂടി തന്നെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനത് ലൈക്ക് റീസെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കുറച്ച് ഹൈറ്റി പൊസിഷനിലാണ്. നമുക്ക് ബോണറ്റും കാണാം. അതായത് നമ്മൾ കുനിഞ്ഞു, ഞാൻ സീറ്റ് കുറച്ച് താത്തി വെക്കുന്നുള്ള, സീറ്റ് കുറച്ചും ഇത് കുറച്ച്, അതായത് ഒരു SUVയും സെഡാൻ്റെയും കൂടെ ഒരു മിക്സാണ്. നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും ചില സമയത്ത്. ആ ഒരു ഫീലാണ്, ആ ഒരു രീതിയിലാണ് ഇതൊന്ന്. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റും വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് ഇപ്പോഴാണ് ഞാൻ ഓണാക്കിയത്. സൺറൂഫ്, വലിയ സൺറൂഫും കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് നമ്മുടെ ഗോവയിൽ മഴ തൂളുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവനെ മാത്രം അങ്ങ് അടച്ചാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഞാൻ പറഞ്ഞാൽ ഇനിഷ്യലി ആ ഒരു ലൈറ്റ്നെസ് ആണ് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇംപ്രഷൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നിങ്ങളെ മൈലേജ് ടെസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയത്. ഐ എം സോ സോറി. ഞാൻ വരുന്ന വഴിക്ക് മറ്റേ ആ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, മറ്റേ ഫ്ലൈ ഓവറില്ല, വലിയൊരു പാലം ഉണ്ടല്ലോ, മറ്റേ അതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. ഫേമസ് പാലം,
ആ പാലമൊക്കെ ആയിരുന്നു 8 ലൈൻ റോഡ്സ് ആയിരുന്നു. അപ്പോൾ 8 ലൈൻ റോഡ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ പതുക്കെ സ്പോർട്സ് മോഡിലിട്ട് വണ്ടി അങ്ങ് ചവിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്കും ആ ഒരു ആക്സിലറേഷനും ആ ഒരു POV കാണിച്ചിട്ട് ഇതിൻ്റെ അകത്ത് 3 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ക്വിക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ എഞ്ചിന്. അതുപോലെ തന്നെ ഹിൽ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്മാർട്ട് ഷിഫ്റ്റ് അസിസ്റ്റ് എന്ന് പറഞ്ഞ AI മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് വേറൊരു ടെക്നോളജി ഉണ്ട്. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ലിജോയുടെ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു POV ഒരു ആക്സിലേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിടിച്ചോ? അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ്. ഏതാണ്ട് 50-60 കിലോമീറ്ററാണ്. ഒരൊറ്റ പെഡൽ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി ഏതാണ്ടൊരു 5500-6000 RPM ചാടി കയറും. ഏതാണ്ട് 100 കിലോമീറ്റർ സ്പീഡായിട്ടുണ്ട്. തേർഡ് ഗിയറിൽ സോ പവർഫുൾ. തേർഡ് ഗിയറിൽ വാവ് മേ ബി ഐ ഷുഡ് നെയിം ദ ടോപ്പ് സ്പീഡ് കാണിച്ചാൽ കരുത് കളിച്ചോ. പക്ഷേ ഞാൻ പറഞ്ഞു തരാം ടോപ്പ് സ്പീഡ് എത്രയാണെന്നുള്ളത്. 146, 150, 160. തേർഡ് ഗിയർ ഈസ് സോ ഹെവൻ. തേർഡ് ഗിയർ എന്ന് നമ്മുടെ കൂടെയുള്ള ഇന്നോവ സപ്പോർട്ട് വെഹിക്കിൾ പുറകെ പിടിക്കാൻ പറ്റുന്നില്ല അവർക്ക്. തേർഡ് ഗിയർ നല്ലതാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഇപ്പം നമുക്ക് ഇത് ഓണായി കിടക്കുക, അതായത് ലെയിൻ അസിസ്റ്റ് ഓണായി കിടക്കുക. ലെയിൻ അസിസ്റ്റ് ഓണായി കിടക്കുന്നതുകൊണ്ട് ഇൻഡിക്കേറ്റർ തേർഡ് ഗിയറിലത്തെ പവറും ഉണ്ടോ? വാവ്, വെറുതെ അല്ല ഈ എഞ്ചിൻ തന്നെ അവർ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ്. തേർഡ് ഗിയറിൽ ഇവൻ പുലിക്കുട്ടനാണ് കേട്ടോ. അതായത് തേർഡ് ഗിയറിൽ ഒരു സാധനം കൂടെ ഉണ്ട്, അതായത് സ്മാർട്ട് ടോർക്ക് അസിസ്റ്റ് അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞ്. ടോർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നോർമലി 226, 216 BHP ഉള്ളത് 250 BHP അല്ല, ടോർക്കുള്ള 250 NM ആയിട്ട് അപ്പാവും ആ ഒരൊറ്റ ഗിയറിൽ. അത്രയും ടോക്ക് നമുക്ക് ആ ഒരൊറ്റ പർട്ടിക്കുലർ ഗിയറിൽ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രസമായിട്ട്, നല്ല ആക്സിലറേഷൻ ഈസ് സോ ഗുഡ്. നമ്മുടെ ഒരു വമ്പൻ ആക്സിലറേഷനിൽ ഞാൻ പറഞ്ഞല്ലോ 160 വരെ കയറിയിട്ട് വണ്ടിക്ക് ഒരു കുലുക്കവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞു. ആൻഡ് ഓൾസോ ഇനി നെക്സ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവൻ്റെ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ വണ്ടി കുറച്ച് ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫ്രണ്ടിലൊട്ടും വെയിറ്റ് കുറച്ച് കുറവ് പോലെ നമുക്ക് തോന്നും. മേ ബി എഞ്ചിൻ വെയിറ്റ് കുറഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ വളവിൽ നമ്മളൊരു 70-80 റോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു ഫ്രണ്ടിൽ വെയിറ്റ് കുറവെന്നുള്ളൊരു ഫീൽ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഹാൻഡ്ലിംഗ് ഈസ് സോ ഗുഡ്. പിന്നെ ഇവന് എമർജൻസി ബ്രേക്ക് വരുന്നുണ്ട്, ലെയിൻ അസിസ്റ്റ് അഡാസിൻ്റെ ലെവൽ 2 വരുന്നുണ്ട്, അതായത് ഓട്ടോണമസ് ലെവൽ 2 വരുന്നുണ്ട്, എമർജൻസി ബ്രേക്ക് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, നമുക്ക് ഡ്യുവൽ ഡിസ്പ്ലേസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വലിയ സൺറൂഫ്. ഫീച്ചർ വൈസ് വണ്ടി അടിപൊളിയാണ്. ബ്രേക്കിങ്ങിൻ്റെ കേസിലാണെങ്കിൽ 4 ഡിസ്ക് ബ്രേക്കാണ്. നമുക്ക് ബ്രേക്ക് ടെസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് പിന്നെ ഈ TGD എഞ്ചിൻ്റെ അകത്ത് 3 പുതിയ ബെനിഫിറ്റ്സ് വന്നിട്ടുണ്ട്, 3 പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ക്വിക്ക് ടോർക്ക് എന്നും കണ്ട് അവരതിനെ വിളിക്കുന്നത്. അതായത് നമ്മൾ തേർഡ് ഗിയറിൽ പോകുമ്പോൾ സ്പോർട്സ് മോഡായിരിക്കണം. തേർഡ് ഗിയറിൽ സ്പോർട്സ് മോഡ് മാനുവൽ വരുമ്പോൾ TGD എഞ്ചിന് എന്ന് പറഞ്ഞാൽ മറ്റേ 226 NM ടോക്ക് എന്നുള്ളത് അമ്മമാർ 250 NM ടോക്കായിട്ട് പുഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓട്ടേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ തേർഡിലോട്ട് ഇട്ടിട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ തീരെ ആ പവർ റേഞ്ചിലല്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സെക്കൻഡിന് വേണ്ടിയിട്ടുള്ളൊരു പവർ റേഞ്ചാണ്. പക്ഷേ കാല് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് അഗ്രസീവായിട്ട് തന്നെ അവനങ്ങ് വലിഞ്ഞ് കയറുന്നുണ്ട്. അല്ലെങ്കിൽ ആ ടോർക്ക് ഞാനിപ്പോൾ മറ്റേ ഹൈവേയിൽ കാണിച്ചില്ല, അത് നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ലിജോ എൻ്റെ ഫേസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ആക്സിലറേഷനായിരുന്നു അവിടെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് സ്മാർട്ട് അസിസ്റ്റ് എന്നാണ്. അതായത് നമ്മൾ ഈ മാനുവൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടാണ്, ഒത്തിരി പരിചയമില്ലാത്തവരൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒരു ജേർക്ക് വരും. പക്ഷേ ഇവന് കണ്ടോ PAMI ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ റവ് മാച്ചിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അവർ കുറച്ച് കാലം ഉപയോഗത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് മെഷീനിൽ ലേൺ ചെയ്തിട്ട് അവരതിൻ്റെ അകത്തൊരു അസിസ്റ്റ് തരും. അതായത് RPM അവർ തന്നെ ചെറിയ രീതിയിൽ മൈൽഡായിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പം എന്ത് പറ്റും, നമുക്ക് ആ ഒരു ജേർക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഇവൻ്റെ രണ്ടാമത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. മൂന്നെന്ന് പറയുന്നത് ഇവനൊരു ഹിൽ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ മാനുവൽ ആയതുകൊണ്ട്, മാനുവലിനെ വരുന്നുള്ളൂ TGD എഞ്ചിനിൽ മാനുവൽ ആയതുകൊണ്ട് നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് സാധാരണ കയറ്റത്തിലൊക്കെയാണ് നമ്മൾ തന്നെ മാനുവൽ ആക്സലേഷൻ കൊടുത്ത് എടുക്കണമല്ലോ, ഇല്ല വണ്ടി ഓഫ് ആകത്തില്ലേ. ഇത് ക്ലച്ച് ചെയ്യുന്ന കാലെടുത്താൽ മതി. വേണ്ട ആക്സലറേഷൻ മറ്റേ മെഷീൻ ലേണിംഗും യൂസ് ചെയ്തിട്ട് ഇപ്പം കൊടുത്തോളൂ. അതും കൂടെ ഞാനിപ്പോൾ ട്രയൽ കാണിച്ചു തരാം. അങ്ങനെ 3 അടിപൊളി ഫീച്ചേഴ്സും ഇവന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കണ്ട പോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇവൻ്റെ ഇതിലുണ്ടോ ത്രൂ ഔട്ട് ഈ ഒരു കളറും ഒക്കെ വേരി ചെയ്യാൻ പറ്റും. രാത്രിയിലായതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റാത്ത. ആൻഡ് ഓൾസോ ഇവിടെ പോകുന്ന കളർ ലൈറ്റിംഗ് എന്ന് പറയുന്നത് അതും ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ മൂഡും അനുസരിച്ച് മാറും. മൂഡ് ലൈറ്റ് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, റൂഫ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ലൈക്ക് ഇതിൽ ഞാൻ ഐ എം നോട്ട് എ പേഴ്സൺ ഹൂ ബിലീവ്സ് ഇൻ ദീസ് കൈൻഡ്സ് ഓഫ് ടെക്നോളജി. വേണം കേട്ടോ, ഓഫ് കോഴ്സ് ഐ എം എ പേഴ്സൺ ഹൂ ലവ്സ് ദ ഡ്രൈവ്, ലവ്സ് ദ ബേസിക് ഫീച്ചേഴ്സ്. പക്ഷേ ഇതുണ്ട്. ഞാൻ ഓഫ് കോഴ്സ് JBLൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്, നല്ല ക്വാളിറ്റികളാണ്. JBL മോഡൊക്കെ വരുന്നുണ്ട്. 9 സിസ്റ്റമാണെന്ന് എനിക്ക് തോന്നുന്നു, 9 സ്പീക്കർ സിസ്റ്റമാണെന്ന് തോന്നുന്നു.
അതൊക്കെ നിങ്ങൾക്ക് എല്ലാവരും പറയുന്ന കാര്യം. ഞാൻ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ ടാറ്റയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇവൻ്റെ ഈ ഒരു 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത്. ദാറ്റ്സ് സോ ഗുഡ്. അത് വളരെ ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണ്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ബേസിക്കലി വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാനം പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് വാട്ട് വി വിൽ ഡു ഈസ് ദാറ്റ് വി വിൽ ചെക്ക് ഔട്ട് ദ മൈലേജ് ടെസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ ടാറ്റ പോലും ഞാൻ പറഞ്ഞ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ റീസെറ്റ് ചെയ്തിട്ട് ഒരു 10 കിലോമീറ്റർ ഓടിച്ചിട്ട് ഹൈവേ കേട്ടോ, ഒരു നോർമൽ കണ്ടീഷൻ ഞാൻ കുറച്ച് ആക്സലേഷൻ ഒക്കെ കൊടുത്ത് എക്കോ മോഡിൽ നോർമലി നമുക്കിപ്പോൾ തന്നെ ഇട്ടാക്കാമല്ലോ. സിറ്റി ഇപ്പോൾ സ്പോർട്സ് മാറ്റി ആ സൗണ്ട് പോയത് എന്ത് നല്ലൊരു കാര്യമല്ലേ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു സൗണ്ട്. നമ്മൾ ആദ്യ കാലങ്ങളിൽ ഇഷ്ടമായിരുന്നു, പിന്നെ അത് ഇഷ്ടമില്ല. പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പുതിയൊരു സാധനമാണ്. വയർലെസ് ചാർജർ വരുന്നുണ്ട് ഇവിടെ. ഓഫ് കോഴ്സ് ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് മൈലേജ് ടെസ്റ്റും കൂടെ ഒന്ന് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കൺക്ലൂഷൻ പറയാം. ഈ കാണുന്ന മൈലേജ് ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ 21 കിലോമീറ്റർ ഞാൻ 160-170 കിലോമീറ്റർ സ്പീഡിൽ ആ 8 ലൈനിൽ പോകുമ്പോൾ പോലും 11 കിലോമീറ്റർ കിട്ടി. സോ ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് സൈൻ. എനിക്ക് തോന്നുന്നു ഇവന് നല്ലൊരു മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് നേരെ പ്രസ് ചെയ്ത് പിടിച്ചു. ഓക്കെ, വി ആർ റീസെറ്റിംഗ്. വി ഹാവ് റീസെറ്റ് ദാറ്റ്. നമ്മൾ എ സി ഒക്കെ ഓൺ ആട്ടോ. AC ഓഫ് ഒന്നുമല്ല. ഈ എൻ്റെ ആക്സലേഷൻ ടെസ്റ്റ് ഞാൻ കാണിച്ചായിരുന്നു. ബ്രേക്ക് ടെസ്റ്റ് കാണിച്ചില്ലല്ലേ? ഇത് ഓർപ്പിക്കണം. ബ്രേക്ക് ടെസ്റ്റ് പിള്ളേരെ കാണിക്കാനേ. പിള്ളേരെ അല്ല, എല്ലാവരെയും കാണിക്കാം. പണ്ട് നമ്മുടെ കൂടുതൽ പിള്ളേരായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ടു, റീസെറ്റ് ചെയ്തിട്ടുണ്ട്. എക്കോ മോഡാണ്. അപ്പം ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ് ആൻഡ് വി വിൽ ഫൈൻഡ് ഔട്ട് ദ മൈലേജ്. ഒരു 5-6 കിലോമീറ്റർ ഓടിച്ചിട്ട് നമുക്കൊരു മൈലേജ് കണ്ടുപിടിക്കും. ഞാൻ ഓടിക്കുന്ന ഡ്രൈവിംഗ് സ്റ്റൈലും കൂടെ നോക്കിയോ കേട്ടോ. ബേസിക്കലി നോർമൽ രീതിയിൽ തന്നെ ഗിയേഴ്സും ഒക്കെ മാറി ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ, അതും വളരെ പതുക്കിയൊന്നുമല്ല, 70-80 കിലോമീറ്റർ സ്പീഡിൽ അത്യാവശ്യം ഒരു നോർമൽ ഡ്രൈവ് മോഡിൽ ഓടിച്ചപ്പോൾ കിട്ടിയ മൈലേജാണ് ഏതാണ്ട് 16 കിലോമീറ്ററിനടുത്ത്. അപ്പോൾ മര്യാദയ്ക്ക് ഓടിച്ച് ഇവന് മൈലേജും കിട്ടും, ഇവന് പവറും ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ഫൈനൽ വേർഡിറ്റ് പറയുന്നതിന് മുമ്പ് ഇത് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കയറ്റം ഞാൻ കണ്ട ഹിൽ ഗ്രേഡിയൻ സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിപ്പം നമ്മൾ അത്യാവശ്യം വലിയ, അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കയറ്റമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ട്രോളി കൊന്നു ഓർക്കുന്നുണ്ടോ? ഇത് കയറ്റമാണ്. ഞാൻ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ലിജോയോട് പറഞ്ഞ് പുറത്ത് നിന്ന് ആ കയറ്റം കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കണ്ട ഹിൽ സാധനം ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. എക്കോ മോഡിൽ നിന്ന് മാറ്റി നമ്മൾ ഒരു നോർമൽ സിറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും വർക്ക് ചെയ്യേണ്ടതാണ്, എന്നാലും ഞാൻ ഇട്ടു. ഫസ്റ്റ് ഗിയറിലിട്ടു. ഫസ്റ്റ് ഗിയറിലിട്ടപ്പോൾ തന്നെ ആക്സലേഷൻ കുറച്ച് റവ് ആയതുണ്ടോ? ഞാൻ നല്ല ക്ലച്ചിൽ നിന്ന് കാലെടുക്കുകയാണേ. ആക്സലറേഷൻ കൊടുത്തില്ല. ആക്സലേഷൻ കൊടുക്കാതെ തന്നെ അവൻ തന്നെ കയറുന്നുണ്ടോ? ഇപ്പോൾ കയറ്റ വീഡിയോയും കണ്ടു. പിന്നെ ഇതിൻ്റെ ആക്ച്വലി വർക്കിനെ കുറിച്ച് പറയാതിൻ്റെ കൂടെ തന്നെ ഈ ഗിയർ ബോക്സ് ഉണ്ടല്ലോ. ഗിയർ ബോക്സ് ടാറ്റയുടെ ഒരു ചെറിയൊരു ഒരു ഇതുണ്ട്, ഇവിടെ ഒരു ഇളക്കം ഇങ്ങനെ ഫീൽ ചെയ്യും. അത് ഒരു പണ്ടത്തെ ഒരു ജീപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു SUV സ്റ്റൈല്, അത് ആ ഒരു ഫീല് എനിക്ക് കിട്ടി. ഇവിടെ ഒരു ക്രോമൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒന്നൊരു മോഡേണൈസ് ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. ഈ ഒരു സ്മൂത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്താണ്, പക്ഷേ ഇത് കണ്ടോ, ഈ ഒരു പ്ലേയും ഈ ഒരു സാധനം ഞാൻ നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ദാറ്റ്. അപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ, നിങ്ങൾ പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ TGD എഞ്ചിൻ തന്നെ എടുക്കുക, മറ്റേ നോർമൽ എടുക്കരുത്. കാരണം അത് അത്രയൊരു അണ്ടർ പവേർഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത്രയും വലിയൊരു വെഹിക്കിളാണ്. വണ്ടി കൊള്ളാം, പെപ്പിയാണ്. ഇങ്ങനെ ചാടി വണ്ടി നിൽക്കുന്നുണ്ട്. അവർ എല്ലാവിധ ടെക്നോളജീസും ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് അവരതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നടത്തിയേക്കുന്നത്. മൈലേജ് നമ്മൾ നോക്കിയപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റിയും ഒത്തിരി അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാണാൻ അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 9.99 ആണ് നമ്മുടെ ബേസിക് വേരിയൻറ്റ്. അതായത് മറ്റേ 1.2 നോർമൽ ഉണ്ടല്ലോ, അത് 9.99 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വേരിയൻറ്റ് വരുമ്പോൾ 14.49 തൊട്ട് 17.49 സംതിങ്, അത് എക്സ് ഷോറൂം പ്രൈസാണ് വരുന്നത്. അതിന് ഓത്താണ്. അതൊരു ഇൻട്രൊഡക്ടറി പ്രൈസാണ്. അത് നല്ലൊരു പ്രൈസാണ്. നിങ്ങൾ കേവ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. കൊള്ളാം, വണ്ടി എന്താണെന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു.